ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനു. എല്ലാവർക്കും ആരൂസ് മാമിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പഴയ ലെഗിൻസും അതുപോലെ തന്നെ പഴയ ടീഷർട്ടൊക്കെ ഉണ്ടാവും അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഭംഗിയായിട്ട് നല്ല അടിപൊളി ഹെഡ് ബാൻഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ചെറിയ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ? ഡ്രസ്സിന് മാച്ചായിട്ട് മാലയും വളയും അതുപോലെ തന്നെ ഹെഡ് ബാൻഡും ഒക്കെ വെച്ച് കൊടുത്ത് അണിയിച്ചൊരുക്കി നടത്താനൊക്കെ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. പക്ഷേ എനിക്കൊരു മോനാണുള്ളത്. ഇപ്പോൾ ഞാൻ 4 ടൈപ്പ് ഹെഡ് ബാൻഡ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെഡ് ബാൻഡാണ് 4 എണ്ണം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പൈസ ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 4 മോഡൽസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ മോനാണ്. ഞാൻ ഹെഡ് ബാൻഡ് ഉണ്ടാക്കിയിട്ട് അവന് വെച്ച് കൊടുത്തപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു ടീഷർട്ടാണ്. ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ ഹെഡ് ബാൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തന്നെ വേറെയും ഉണ്ട്. ഇതും ഒരു നീല കളറിലുള്ള ഒരു ടീഷർട്ടാണ്. പിന്നെ ഒരു വൈറ്റ് ലെഗിൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും. നമ്മളിനി അത് കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ടീഷർട്ടിൻ്റെ മുൻപിൽ കുറച്ച് ഡിസൈനൊക്കെ വരുന്നത് കൊണ്ട് കുറച്ച് വീതിയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഹെഡ് ബാൻഡിൻ്റെ ബാൻഡിനുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളതിന് അളവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേൻ്റെ ചുറ്റിനുമുള്ള അളവെടുക്കണം. അപ്പോൾ കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ ആ ഒരു അളവ് എടുക്കുക. അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചെടുക്കുക. അപ്പോൾ തലയിൽ വെക്കുമ്പോൾ ടൈറ്റായിട്ട് നിൽക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് കുറച്ചെടുക്കുക. പിന്നെ നമ്മൾ ആ 2 സൈഡും കൂടെ ചേർത്ത് തുന്നി പിടിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ കുറയും. അപ്പോൾ അത് തലയ്ക്ക് കറക്റ്റായിട്ട് നിൽക്കും. ഓരോ കുട്ടിക്കും ഓരോ രീതിയിലായിരിക്കും അളവ് വരിക. പിന്നെ അതിൻ്റെ വിഡ്ത്ത് പറയുന്നത് നിങ്ങൾക്ക് നല്ല വീതിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുക്കുക, അല്ല ചെറിയ വീതി മതിയെങ്കിൽ വീതി കുറച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ ലെങ്ത്ത് 20 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിഡ്ത്ത് പറയുന്നത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഇഞ്ച് എടുക്കാം, കുറച്ചും കൂടെ വീതി കിട്ടും. പിന്നെ നമ്മളതിൻ്റെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു 1/4 ഇഞ്ചോളം പോകും. അപ്പോൾ അതിന് ശേഷമുള്ളത് വീതിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ അളവ് മുറിച്ചെടുക്കാനായിട്ട്. ഇനി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം, നന്നായിട്ട് വരച്ചിട്ട്. ഒരു സൈഡ് കൂടി മറ്റേ സൈഡ് കുറഞ്ഞ് അങ്ങനെയൊന്നും പോകാൻ പാടില്ല. കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ തന്നെയാണ് ഈ വീഡിയോയിൽ കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ഹെഡ് ബാൻഡിൻ്റെ വീഡിയോയിൽ ഞാനിത് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല. പിന്നെ റിപ്പീറ്റേഷൻ ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കൂലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാൻഡിൻ്റെ സൈഡിൽ കൂടെ തുന്നിയെടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ തുന്നിയെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം മെഷീനിൽ വെച്ചിട്ട്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടിച്ച് എടുക്കാവുന്നതാണ് സൈഡ് മാത്രം. ഇപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് തുന്നുന്നത്. ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ തുന്നിയെടുക്കാം. നമ്മുടെ സാധാരണ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് തുന്നിയെടുക്കുക. തുന്നുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മോശം സൈഡിൽ വെച്ചിട്ട് വേണം തുന്നിയെടുക്കാൻ. ഈ തുന്നിയതിന് ശേഷം നമ്മളത് തിരിച്ച് മറച്ചെടുക്കുന്നതാണ്. ഇപ്പം ഞാൻ തുന്നിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കംപ്ലീറ്റ് തുന്നിയെടുക്കുക. അതിന് ശേഷം ഇത് തിരിച്ച് മറച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ളത് പുറത്തോട്ട് എടുക്കുക. ഞാൻ ഈ കത്രിക തന്നെ ഉപയോഗിച്ചിട്ട് മറച്ചെടുക്കുവാണ്. നിങ്ങൾ വീതി കുറച്ചൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വേറെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി പിന്നില്ലേ, അത് ഉപയോഗിച്ചിട്ടാണെങ്കിലും മറച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതിപ്പോഴും നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് കിട്ടാനും. ഇനി വേണ്ട നമുക്കിതിൻ്റെ 2 സൈഡും കൂടെ കൂട്ടി യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു എൻഡിങ് പാർട്ട് മറ്റേ സൈഡിൽ അതിൻ്റെ എൻഡിങ് പാർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കണം. അതിനുശേഷം ഒന്നെങ്കിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം, ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തുന്നിയെടുക്കും. ഞാൻ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. വേറൊരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കൂ. ഇപ്പോൾ നമ്മുടെ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെക്കേണ്ട ഫ്ലവർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 ഇഞ്ചിലൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിന് വലിപ്പം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തലയിൽ ഒരു സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനും. ഞാനിപ്പോൾ 6 ഇഞ്ച് എടുത്തതേ ഉള്ളൂ. അതിന് ശേഷം നമുക്കിത് തുന്നി
അപ്പോൾ നമുക്ക് ഫ്ലവർ ആക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ എഡ്ജ് സൈഡിൽ കൂടെ നമുക്ക് വെറുതെ തുന്നി കൈ കൊണ്ട് ചുമ്മാ കുത്തി തുന്നിയെടുക്കുക. അത് കംപ്ലീറ്റ് തുന്നിയെടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കുക. അതിന് ശേഷം അത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് അതൊരു ഫ്ലവറാക്കി എടുക്കുക. അത് കെട്ടുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. ലൂസായിട്ടൊന്ന് ഭംഗി ഉണ്ടാവില്ല കാണാൻ. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിയിട്ട് കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് നമ്മുടെ ബാൻഡിൻ്റെ ഒരു സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് സെൻറ്റർ വെക്കണ്ട, ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് വെക്കുക. അതിന് ശേഷം അതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സൊക്കെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഭംഗിയാക്കി എടുക്കുക. ഇനി നമുക്ക് അടുത്ത ബാൻഡ് നോക്കാം. അതിനും ഞാൻ ആദ്യത്തെ ബാൻഡ് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് എത്ര അളവാണോ വേണ്ടത് ആ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അത് തുന്നിയെടുക്കാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം. സെയിം മെത്തേഡ് തന്നെയാട്ടോ ഞാൻ ഫോളോ ചെയ്തേക്കുന്നത് സെക്കൻഡ് ബാൻഡിൽ. പിന്നെ ഫ്ലവറിൻ്റെ കാര്യം മാത്രം നമുക്ക് മാറ്റിയെടുത്താൽ മതി. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 3 ഇഞ്ച് വലിപ്പത്തിൽ ഒരു 4 റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഏകദേശം 3 ഇഞ്ചാണ് ഉള്ളത്. അതിനുശേഷം അതേപോലത്തെ 4 എണ്ണം വേണം. ബ്ലാക്കിൻ്റെ 2ഉം അതുപോലെ തന്നെ വൈറ്റിൻ്റെ 2ഉം എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ് 2.5 ഇഞ്ചിൽ 2 ബ്ലാക്കും 2 വൈറ്റും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഇത് കണ്ടോ. ഇതേപോലെ 2 ബ്ലാക്കും 2 വൈറ്റും നിങ്ങൾ ഒരു 3 ഇഞ്ച് വലുപ്പമാണ് വേണ്ടതെങ്കിൽ അതേ ഒരു വലുപ്പത്തിൽ എടുക്കുക. ആ 3 ഇഞ്ച് വലുപ്പം മതിയാവും. അത് 4 ഇതളൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്ലവർ തന്നെയായിരിക്കും. ഇനി ഇതേപോലെ തന്നെ അതിനേക്കാൾ കുറച്ചിട്ട്, അതായത് 3 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 2 ഇഞ്ച് എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക റൗണ്ടിൽ 2 വൈറ്റും 2 ബ്ലാക്കും. അത് 2 കളർ ആയതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ എടുക്കുന്നത്. നിങ്ങൾ ഒറ്റ കളറാണെങ്കിൽ സെയിം കളർ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 4 ചെറിയതും 4 വലുതും റെഡി ആയിട്ടുണ്ട്, 2 കളർ വീതം വെച്ചിട്ട്. ഇനി ഇതിലും വളരെ ചെറുതായിട്ട് ഒരെണ്ണം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതെന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് അതിലാണ് വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ്. വളരെ ചെറുത് മതി, ഇന്ന സൈസ് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് നടുവേ മടക്കി കൊടുക്കുക. അതിന് ശേഷം പിന്നെയും അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു വട്ടം കൂടി മടക്കുക. അങ്ങനെ 2 വട്ടം മടക്കിയത് ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കും. ഇതുപോലെ തന്നെ നമ്മുടെ വലിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതും ചെറുതും എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറുത് കട്ട് ചെയ്തെടുത്തില്ലേ ഇതിൽ ഒരു പ്ലസ് ഷേപ്പിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വലുത് ഒരെണ്ണം എടുത്തു വെച്ചില്ലേ ആ വലുത് ഇതിൽ മേലെ വയ്ക്കുക. ആദ്യം ബ്ലാക്ക് വെക്കുക, അതിനുശേഷം വൈറ്റ് വെക്കുക, പിന്നെ ബ്ലാക്ക് വെക്കുക, വൈറ്റ് വെക്കുക, അങ്ങനെ 4ഉം വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ പ്ലസ് ഷേപ്പിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ അങ്ങനെ ഈ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ചെറിയ പെറ്റൽസ് എടുത്ത് വെച്ച് കൊടുക്കുക. 8 പെറ്റൽസും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് പയ്യെ ഇങ്ങനെ പൊക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരും, നല്ല ഭംഗിയായിട്ട് നിൽക്കും. കുറച്ച് കട്ടിയുള്ള ബനിയൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നിൽക്കും. എൻ്റേതിപ്പോൾ ഞാൻ ലെഗിൻസ് വെച്ചിട്ടാണ് ചെയ്തത്. അത് കുറച്ച് കട്ടി കുറവാണ്, അതുകൊണ്ട് അത് കുറച്ച് താന്ന് പോകുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള ഞാൻ ആദ്യത്തെ ഫ്ലവർ ചെയ്ത പോലത്തെ ഒരു ക്ലോത്തൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇനി ഈ ഫ്ലവർ നമുക്ക് നമ്മുടെ ബാൻഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒരു സൈഡിലായിട്ട് വെച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വൈറ്റും ബ്ലാക്കും കൂടെയാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ബാൻഡും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടില്ലേ കാണാൻ?
ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ബാൻഡ് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ബാൻഡ് സാധാരണ പോലെ തന്നെ നമ്മുടെ ടീഷർട്ടിൻ്റെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നത്തേത് ഫ്ലവർ എന്ന് പറയുന്നത് റിബൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ സാറ്റിൻ റിബണില്ലേ അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വീതിയുള്ളതൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഒത്തിരി വീതിയൊന്നുമില്ല, ചെറിയ വീതിയുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു 3 ഇഞ്ച് വെച്ചിട്ട് ഞാൻ 10 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മെഴുകുതിരിയിൽ ഇതിൻ്റെ 2 സൈഡും ഈ റിബണിൻ്റെ 2 സൈഡും ഒന്ന് ഉരുക്കിയെടുക്കാം. കാരണം അത് അഴിഞ്ഞു പോകാണ്ടിരിക്കാനാണ് അതിൻ്റെ ത്രെഡ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ. അതിനുശേഷം ഈ ഓരോ റിബണും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി പിടിക്കുക. അതിൻ്റെ 2 സൈഡും കൂട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ സൂചിയും നൂലും എടുക്കുക. എന്നിട്ട് ആ സൂചിയും കൊണ്ട് അടിയിൽ നിന്ന് ആദ്യം കുത്തിയെടുക്കുക, പിന്നെ മേലെ കുത്തി, പിന്നെ ഒന്നുകൂടെ ഇറക്കി, അങ്ങനെ കുത്തിയെടുക്കുക. അങ്ങനെ എല്ലാം ഇങ്ങനെ കുത്തി കോർത്തെടുക്കുക. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ കോർത്തെടുക്കുന്നത്. അങ്ങനെ ഫുള്ള് 10 എണ്ണം ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കുക. അപ്പോൾ അത് നല്ലൊരു ഫ്ലവറിൻ്റെ രീതിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ നടുക്ക് എന്തെങ്കിലും ബീഡ്സോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് പിടിച്ച് വെച്ച് കൊടുക്കുക. നമ്മുടെ ഫ്ലവർ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ നടുക്ക് ഒരു മുത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഫ്ലവർ നമ്മുടെ ബാഗിലോട്ട് ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? വളരെ എളുപ്പമല്ലേ ചെയ്തെടുക്കാനായിട്ട്? പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം, ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ ചെയ്തെടുക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ഹെഡ് ബാൻഡ് നോക്കാം. ഇതിന് ഞാൻ 1.5 ഇഞ്ചിൽ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഞാനത് നടുക്കോട്ട് മടക്കിയെടുത്തു. ഇനി അത് അപ്പുറത്തെ സൈഡിലും തേച്ച് കൊടുത്തിട്ട് അത് തിരിച്ച് മടക്കി ചെറുതായിട്ട് എടുക്കണം. ഇതുണ്ട്, ഇതുപോലെ ചെറിയ ബാൻഡായിട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് തുന്നിയെടുക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ 2 സൈഡും കൂടെ കൂട്ടി നമുക്ക് യോജിപ്പിക്കണം. അതും നമുക്ക് തുന്നി വെക്കാം, നേരത്തെയൊക്കെ ചെയ്ത പോലെ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് വേറൊരു ക്ലോത്തിൽ തേച്ചിട്ട് അതിങ്ങനെ ചുറ്റി അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാൻഡ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ റെഡിയാക്കണം. അത് നമ്മൾ ആദ്യത്തെ ബാൻഡ് റെഡിയാക്കിയപ്പോൾ ഒരു ഫ്ലവർ ചെയ്തില്ലേ, അതേപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ ആദ്യത്തെ ഫ്ലവർ ഉണ്ടാക്കിയപ്പോൾ അതിന് 6 ഇഞ്ചിലായിരുന്നു നമ്മളെടുത്തത്. നിങ്ങൾക്ക് 6, 8, 10 എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഒരുപാട് വലിയ ഫ്ലവറല്ല, എന്നൊരു മീഡിയം സൈസിലുള്ള ഫ്ലവറാണ്. അതിനുശേഷം അതിൻ്റെ എഡ്ജസിൽ കൂടെ ഇങ്ങനെ കോർത്ത് അത് ആദ്യം ചെയ്തപോലെ തന്നെ ഇങ്ങനെ കൂട്ടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി ഫ്ലവറാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഒരു 1/2 ഇഞ്ചിൽ ചെറിയൊരു പീസ് ആ സെയിം ക്ലോത്തിൻ്റെ തന്നെ, അല്ലെങ്കിൽ വേറെ ഏതായാലും കുഴപ്പമില്ല. അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഫ്ലവർ ഇങ്ങനെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ഉള്ളിലോട്ടാക്കി പിടിക്കുക. നല്ല ഒരു വിടർന്ന് 2 സൈഡ് നല്ല വിടർന്ന് നിൽക്കുന്ന പോലെ ഇങ്ങനെ നടുക്കോട്ടാക്കിയിട്ട് നമ്മളിപ്പോൾ മുറിച്ചെടുത്ത ഈ തുണിയും കൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് അത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചിട്ട് സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നിയാണെങ്കിലും വെക്കാം. നമ്മൾ 1/2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു 2 ഇഞ്ചൊക്കെ മതിയാകും. ഒരുപാടൊന്നും വേണ്ട, കാരണം അതിങ്ങനെ ഒന്ന് ചുറ്റി ടൈറ്റ് ചെയ്ത് നിൽക്കാൻ മാത്രം മതി. ഒരുപാട് ചുറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 2 ചുറ്റി വെച്ചത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ ഫ്ലവറിൻ്റെ മുകളിൽ കുറച്ച് ബീഡ്സോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഭംഗിയാക്കി എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ 4ാമത്തെ ഹെഡ് ബാൻഡും റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ്? ഇഷ്ടമായോ നിങ്ങൾക്ക്? ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടെ മോഡലിൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോവില്ല, അതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വേഗം ചെയ്തോളൂ.
വീഡിയോയ്ക്ക് താഴെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണുന്നുണ്ടോ? ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും. ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും വീഡിയോസ് വേഗം തന്നെ കാണാനും സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.